തീർത്തും നാമാവശേഷമായ മുണ്ടക്കൈ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതെങ്കിലും ശരീരത്തിൻ്റെ മുകളിലായിരിക്കാം. കാരണം ഇവിടെ എല്ലാം വീടുകളുണ്ടായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അങ്ങ് മുകൾ പുഞ്ചിരിമട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് ആ കോടമഞ്ഞിൻ്റെ ഇടയിൽ നിന്നാണ് പുഞ്ചിരിമട്ടം തുടങ്ങുന്നത്. അവിടെ നിന്ന് വന്ന് ആർത്തലച്ചു വന്ന കല്ലുകളും പാറക്കഷ്ണങ്ങളും മണ്ണും നേരെ വന്നിടിച്ചത് ഇവിടെ ഈ മുണ്ടക്കൈയിലേക്കായിരുന്നു. ഇവിടെയുള്ള പൂർണ്ണമായി തകരാത്ത ഒരു പള്ളിയുടെ മറുഭാഗത്താണ് സുദേവിൻ്റെയും നാസറിൻ്റെയും ഉൾപ്പെടെ വീട്. അതിൻ്റെ ഇപ്പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിരവധി വീടുകളായിരുന്നു ഇവിടെയെല്ലാം. മുണ്ടക്കൈ ടൗൺ ആയിരുന്നു ഇത്. കടകളുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല. ഒരു ശ്മശാന മൂകതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. എവിടെ നോക്കിയാലും രക്ഷാപ്രവർത്തകർ. ഇന്നലെ JCBകളും ഹിറ്റാച്ചികളും വന്നതോടെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുഴുവൻ മനുഷ്യരെ തിരയുകയാണ്. JCBയുടെയും ഹിറ്റാച്ചിയുടെയും യന്ത്രക്കൈകൾ. ആ യന്ത്രക്കൈകൾ അവിടെയെല്ലാം ആരെങ്കിലും ഉണ്ടോ എന്ന് തിരയുകയാണ്. ഓരോ വീട് നിന്ന ഇടങ്ങളും മാന്തിയെടുത്ത് പരിശോധിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഒഴുകി വന്ന ഒരുപാട് വസ്ത്രങ്ങൾ, കിടക്കകൾ, കട്ടിലുകൾ, അലമാരകൾ, മറ്റ് വീട്ടുപകരണങ്ങൾ എല്ലാം അങ്ങിങ്ങായി തങ്ങിക്കിടക്കുന്നു. ഈ ഒരു ദുരന്ത ഭൂമിയിൽ ഇനിയിപ്പോൾ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കല്ലുകളും മരങ്ങളും മാത്രമാണ്. തൊട്ടടുത്ത് സുദേവൻ്റെ വീട്ടിൽ 5 പേരെയാണ് കാണാതായത്. അതിനോട് ചേർന്ന് നാസറിൻ്റെ വീട്ടിലുമുണ്ടായി ദുരന്തം. അതുകൂടാതെ ഇവിടെയും നിരവധി വീടുകളും കടകളും. നിരവധി ആളുകളെ ഇനിയും ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്താനുണ്ട്. അങ്ങ് ഈ അരുവിയുടെ നടുവിലേക്ക് നോക്കിയാൽ അവിടെയെല്ലാം പാറക്കെട്ടുകൾക്കിടയിൽ മൃതദേഹങ്ങൾ തിരയുകയാണ് രക്ഷാപ്രവർത്തകർ. എവിടെയെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നറിയാൻ. തൊട്ടപ്പുറത്തേക്ക് അവിടെയും എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ ആരെങ്കിലും എന്ന് നോക്കാൻ രക്ഷാപ്രവർത്തകർ കയറുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ക്യാമറ ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ എത്രമാത്രം ഭീകരമായിട്ടാണ് ഉരുൾപൊട്ടൽ വന്നത് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ രക്ഷാപ്രവർത്തകർ എല്ലാവരും ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ പലർക്കും കിട്ടുന്നത് ജീവനില്ലാത്ത ശരീരങ്ങൾ തന്നെയാണ്. കാരണം വീടെന്ന് പറയാനില്ല, ഒരു രൂപം മാത്രമാണ് അതിൻ്റെ പേരിലുള്ളത്. അതിന് ഉള്ളിലേക്ക് കല്ലും ചെളിയും മരങ്ങളും എല്ലാം ആർത്തിലച്ചു വന്നു. എനിക്ക് പിറകിൽ കാണുന്നത് ഒരു ദുരന്ത ഭൂമി പോലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം മാറിയിരിക്കുന്നു. എവിടെ നോക്കിയാലും വീട്ടിൻ്റെ കോൺക്രീറ്റ് സ്ലാബുകൾ, വീട്ടുപകരണങ്ങൾ, അതുപോലെ ഛിന്ന ഭിന്നമായി തകർന്നു വന്ന വീടിൻ്റെ മറ്റ് അവശിഷ്ടങ്ങൾ. എവിടെയാണ് ഈ കാണാതായ മനുഷ്യരെല്ലാം ഉണ്ടാവുക? JCBയുടെയും ഹിറ്റാച്ചികളുടെയും യന്ത്രക്കൈകൾക്ക് തെരഞ്ഞു കണ്ടെത്താൻ കഴിയുമോ ഈ കാണാതായവരെല്ലാം? ഈ ശവപ്പറമ്പായി മാറിയ ഈ പ്രദേശം, ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം എങ്ങനെയാണ് ഇനി ബാക്കിയുള്ള മനുഷ്യരെ തിരയുക? എത്ര JCBകൾ വന്നാലും എത്ര ഹിറ്റാച്ചികൾ വന്നാലും ഇതെന്ന് പൂർത്തിയാകുമെന്ന് ആർക്കും അറിയുകയുമില്ല.